അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയണം, ഒരു ദിവസം മുത്തനബി എന്നെ വിളിച്ചു പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, ഓ മോനെ. എന്തൊരു വിളിയാണ്, എന്തൊരു സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉപദേശിക്കേണ്ടത് നാമുമായി ബന്ധപ്പെട്ടവർ. ഈ വിളി കേൾക്കുമ്പോൾ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ളൊരു വിളിയാണ് യാ ബുനയ്യ, ഓ കുഞ്ഞു മോനെ. അനസെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ ഫഫ്അൽ. എന്തൊരു വാക്കാണ് അനസെ, നിന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ. അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം പറയുന്നതാണ്, ഇനി പറയാൻ പോകുന്ന കാര്യം അത്ര പെട്ടെന്ന് സാധിക്കണമെന്നില്ല. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമായിരിക്കും. കാരണം എൻ്റെ സ്വഭാവം അതാണ്. എന്താണ് ആ കാര്യം? മുത്തനബി പറഞ്ഞത്, മോനെ, ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, നിന്റെ കൽബിൽ ഒരാളെ കുറിച്ചിട്ടും ഒരു മോശമായ ചിന്ത, ഒരു ഹസദിൻ്റെ ചിന്ത, ഒരു ചതിയുടെ ചിന്ത, ഒരു വൈരാഗ്യത്തിൻ്റെ ചിന്ത ഒരാളോടും, അത് നിന്റെ ശത്രുതയാണെങ്കിൽ പോലും നീ ഉണ്ടാക്കരുത്. അങ്ങനൊരു ചിന്ത നിന്റെ കൽബിൽ വന്നു പോകരുത്. അത് നിന്നെ കൊണ്ട് സാധിക്കുമോ? അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്, ഈ ഖദർത, നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ. അതിൽ തന്നെ മനസ്സിലാക്കാം അത്ര പെട്ടെന്ന് അത് സാധിക്കുന്ന വിഷയമല്ല. അനസ് റളിയല്ലാഹു അൻഹു സാധിക്കൂല എന്നല്ല, നമ്മൾ ഇതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മുത്തനബിയുടെ ഉപദേശം എന്ന് പറയുന്നത് കേവലം സ്വഹാബാക്കളോട് മാത്രമല്ലല്ലോ, നമ്മളോടും കൂടിയാണല്ലോ. സാധിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നല്ല ഇബാദത്തുകൾ ഉണ്ടായിരിക്കാം, പലപ്പോഴും നല്ല നല്ല ആൾക്കാരുടെ വലിയ സ്ഥാനമുള്ളവനായിരിക്കാം. പക്ഷേ കൽബിലാണെങ്കിലോ മറ്റുള്ളവരോട് എന്തോ ഒരു പുച്ഛം, എന്തോ ഒരു വൈരാഗ്യം, ഇങ്ങനെ നമ്മുടെ കൽബിൽ നാം കൊണ്ടു നടക്കുന്നു. അത് വലിയൊരു മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്യല്ലേ. എന്നിട്ട് മുത്തനബി പറഞ്ഞു, സുമ്മ ഖാലലി, വീണ്ടും എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, വീണ്ടും മുത്തനബി വിളിക്കുന്നു, യാ മോനെ, വദാലിക മിൻ സുന്നത്തി, അതെൻ്റെ സുന്നത്താണ്, എൻ്റെ ചര്യയിൽപ്പെട്ടത്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എത്രയെല്ലാം ആൾക്കാർ ശത്രുത വെക്കുന്നുണ്ട്, എന്നോട് വൈരാഗ്യം കാണിക്കുന്നുണ്ടോ, ആരോടും ഞാൻ അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൽബിൽ അങ്ങനെ ആരോടും അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. വമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്നോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഈ സ്വഭാവം കൊണ്ടുവരണം. വമൻ അഹബ്ബനി കാന ഫിൽ ജന്ന, അല്ലാഹുവിൻ്റെ റസൂൽ നൽകുന്ന ഓഫർ നോക്കണം. ഈ നന്മ, അതായത് ആരോടും ഋഷില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ആ വിദ്വേഷമില്ലാത്തൊരു കൽബുണ്ടെങ്കിൽ മുത്തനബിക്ക് നമുക്ക് നൽകുന്ന ഓഫർ എന്താണ്? എൻ്റെ കൂടെ അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് മുത്തനബി പറയുന്നു. അല്ലാഹ്, സ്വർഗം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അവിടെ മുത്തനബിയോട് കൂടെ കിട്ടുക എന്ന് പറയുന്നത് അല്ലാഹ് എന്തൊരു അത്ഭുതമാണ്, എന്തൊരു ഭാഗ്യമായിരിക്കും. അത് കിട്ടണമെങ്കിൽ അവനുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൽബിൽ ആരോടും ഇത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്ത ഇല്ലാതിരിക്കുക, സൂക്ഷിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളോട് വൈരാഗ്യം കാണിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൽബിൽ അവനോട് ദേഷ്യമുണ്ടാകാം, അവനോട് വൈരാഗ്യമുണ്ടാകാം. അവൻ ഇങ്ങോട്ട് കുറേ എന്നെ ചതിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ചതിയെങ്കിലും അങ്ങോട്ട് നൽകണമെന്ന് തോന്നിപ്പോകും. മനുഷ്യനാകുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ അതിനെല്ലാം മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. മുത്തനബിയോട് കൂടെ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ ശ്രമിച്ചുകൂടെ? അതൊന്ന് നമുക്ക് ചെയ്തുകൂടെ? അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരോടും വൈരാഗ്യമില്ലാത്ത ആ മുത്തുനബിയുടെ ആ ഷറഫാകപ്പെട്ട ആ വലിയ ചര്യ, ആ വലിയ സുന്നത്ത് പാലിക്കാൻ
അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.